അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പലരും ചോദിച്ച് മനസ്സിലാക്കാൻ മടിക്കുന്ന വിഷയം, അല്ലെങ്കിൽ പലരും അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയം, എല്ലാവരും നിർബന്ധമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. വിഷയം ഇതാണ്: നോമ്പ് സമയത്തെ ലൈംഗിക ബന്ധം അത് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. നമ്മളെല്ലാവരും പരിശുദ്ധമായ പുണ്യ റമദാൻ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാനിൻ്റെ രാത്രികളിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അല്ലാഹു തആല അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പകൽ സമയത്ത് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്: ഉഹില്ല ലക്കും ലൈലത്തു സിയാമി റഫദു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൽ ലക്കും വ അൻതുൽ ലിബാസുൽ ലഹുന്ന. നോമ്പിൻ്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യയുമായുള്ള സമ്പർക്കം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാണ് എന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാം അത് എങ്ങനെയായിരിക്കണം ആ ബന്ധം എന്നുള്ളത്. ഒരു വസ്ത്രം അണിയും പോലെ ഞാൻ പരസ്പരം ലയിക്കാം എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ റമദാനിൻ്റെ രാത്രിയിൽ മാത്രമേ ലൈംഗിക ബന്ധം അനുവാദമുള്ളൂ എന്ന് പറഞ്ഞതിൽ നിന്ന് റമദാനിൻ്റെ പകലുകളിൽ അത് അനുവദനീയമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോമ്പ് സമയത്തെ അല്ലെങ്കിൽ റമദാനിലെ പകലിലെ ലൈംഗിക ബന്ധം എങ്ങനെയാണ് നോമ്പ് മുറിക്കുന്നത്, എങ്ങനെയാണ് ഇത് നോമ്പ് മുറിയാൻ കാരണമാകുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷൻ തൻ്റെ ലൈംഗിക അവയവം സ്ത്രീയുടെ യോനിയിൽ പ്രവേശിപ്പിക്കലാണ്. സ്ത്രീയുടെ യോനിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അതോടുകൂടി അവരുടെ നോമ്പ് മുറിയും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രവൃത്തി കാരണത്താൽ മനീയ്, അതായത് ഇന്ദ്രിയം പുറത്തു വന്നാലും ഇല്ലെങ്കിലും അതോടെ നോമ്പ് മുറിയും. അപ്പോൾ ഇക്കാര്യം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടുമൊക്കെ സ്ഥിരപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ പൂർണ്ണമായ ലൈംഗിക ബന്ധം എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം കേവല ബാഹ്യ കേളികൾ കൊണ്ടോ അല്ലെങ്കിൽ പരസ്പരം ചുംബിക്കുന്നത് കൊണ്ടോ ഒന്നും നോമ്പ് മുറിയൂല. മറിച്ച് നാം ഈ പറഞ്ഞതുപോലെ ലൈംഗിക അവയവങ്ങൾ പരസ്പരം സ്പർശിപ്പിക്കുമ്പോൾ മാത്രമാണ് നോമ്പ് മുറിയുന്നത്. ഈ കാര്യം മനസ്സിലാക്കുക. നിർബന്ധമോ സുന്നത്തോ ആകട്ടെ, നോമ്പ് അനുഷ്ഠിക്കുന്ന പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതോടെ അവരുടെ നോമ്പ് മുറിയും. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് നോമ്പിൻ്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെ പറയാൻ കാരണം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട, സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലരിലും വന്നു പോകാവുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റമദാൻ മാസത്തിലാണ് അത് അവർ ചെയ്യുന്നതെങ്കിൽ ആ മാസത്തിൻ്റെ പവിത്രതയും പരിശുദ്ധിയും അതിലൂടെ അവർ കളയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആദരിച്ചതിനെ അവൻ നിന്ദിച്ചിരിക്കുന്നു. റമദാൻ മാസത്തിലെ പകലിൽ നോമ്പുകാരനായിരിക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവൻ ആ നോമ്പ് നോറ്റുവീട്ടുകയും അള്ളാഹുവിനോട് പശ്ചാത്താപം തേടുകയും താൻ ചെയ്ത തെറ്റിൻ്റെ കഫാറത്ത് നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റമദാനിൻ്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിനുള്ള കഫാറത്ത് ഇങ്ങനെയാണ്: ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കുക. അടിമയെ മോചിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക. മതപരമായ ഒഴിവുകഴിവ് ഇല്ലാതെ ഈ 2 മാസങ്ങൾക്കിടയിൽ നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. മനസ്സിലാക്കണം. ഇനി 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കാനും കഴിയില്ല എന്നുണ്ടെങ്കിൽ 60 ദരിദ്രർക്ക് ഭക്ഷണം നൽകുക. നാട്ടിൽ പൊതുവെ ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നൽകേണ്ടത്. ആ നാട്ടിൽ ഏത് നാട്ടിലാണോ ആ നാട്ടിലാണ് കൊടുക്കേണ്ടത്, അവരുടെ നാട്ടിലാണ് കൊടുക്കേണ്ടത്. ആ നാട്ടിൽ പൊതുവെ കഴിക്കുന്ന ഭക്ഷണം ഏതാണോ ആ ഭക്ഷണമാണ് നൽകേണ്ടത്. ഇനി ഇതൊന്നും കഴിയില്ലെങ്കിൽ അവൻ്റെ മേൽ കഫാറത്ത് ബാധ്യതയില്ല. എന്നാൽ അവൻ അള്ളാഹുവിനോട് പശ്ചാത്താപം ചോദിക്കുകയും തൻ്റെ തെറ്റിൽ ഖേദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും കഴിയില്ലെങ്കിലാണ് ഈ അവസാനം പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ കഴിയാത്തവർ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക. ഈ പറഞ്ഞത് ഒന്ന് കഴിയില്ലെങ്കിൽ മറ്റത്, ഈ പറഞ്ഞതുപോലെ ഓർഡറിൽ നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഒന്നും കഴിയില്ലെങ്കിലാണ് ആദ്യം പറഞ്ഞത് കഴിയില്ലെങ്കിൽ രണ്ടാമത്തേത് പറഞ്ഞത് കഴിയില്ലെങ്കിൽ അവസാനം പറഞ്ഞത് കഫാറത്ത് ബാധ്യതയില്ല. എന്നാൽ അവൻ അള്ളാഹുവിനോട് പശ്ചാത്താപം ചോദിക്കുക. ഒന്നിനും കഴിയില്ലെങ്കിൽ മാത്രം. ഇനി ഈ കഫാറത്ത് റമദാനിൻ്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് ബാധകമാവുക. നിർബന്ധ നോമ്പുകൾ, അതായത് നിർബന്ധ നോമ്പുകൾ നോൽക്കുന്ന സന്ദർഭങ്ങളിൽ, ഉദാഹരണത്തിന് നേർച്ചയുടെ നോമ്പ്, അല്ലെങ്കിൽ ഒരു നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്, ആ നോമ്പ് നോൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റമദാനിലെ നഷ്ടപ്പെട്ട നോമ്പുകൾ കടം വീട്ടുമ്പോൾ, ഇങ്ങനെയുള്ള സമയത്തൊക്കെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ ഈ മേൽ പറഞ്ഞ കഫാറത്തൊന്നും നിർബന്ധമില്ല. അവൻ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റുവിട്ടുകയും സംഭവിച്ചു പോയ തെറ്റിന് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്താൽ മാത്രം മതി. എന്നാൽ ഇനി ബോധപൂർവം സ്ഖലനം സംഭവിപ്പിക്കൽ,
ബോധപൂർവം സ്ഖലനം സംഭവിപ്പിച്ചാൽ സ്വന്തം ഇച്ഛപ്രകാരം അതായത് ഇന്ദ്രിയം പുറത്തു കൊണ്ടുവരിക എന്നതാണ് ബോധപൂർവം സ്ഖലനം സംഭവിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പർശനത്തിലൂടെയോ ചുംബനത്തിലൂടെയോ മനീ പുറത്തു പോകുന്നത് അതിനൊരു കാരണമാണ്. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതിലൂടെയും ആവർത്തിച്ചുള്ള നോട്ടത്തിലൂടെയും ഇത് സംഭവിക്കാം. ഇങ്ങനെ സ്ഖലനം സംഭവിക്കാം. ഈ പറഞ്ഞതിലൂടെ എല്ലാം മനീ പുറത്തു വരാനും അതിലൂടെ നോമ്പ് മുറിയാനും സാധ്യതയുണ്ട്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് നോമ്പുകാരൻ ചെയ്യുന്നതേ അനുവദനീയമല്ല. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് സ്വയംഭോഗം, നോമ്പുകാരനാകട്ടെ അല്ലാത്തവരാകട്ടെ സ്വയംഭോഗം ചെയ്യൽ നിഷിദ്ധമാണ്. അത് മനീ പുറത്തു വന്നാലും ഇല്ലെങ്കിലും സ്വയംഭോഗം ചെയ്യാൻ പാടില്ല. അത് നോമ്പിൻ്റെ സമയത്തല്ലെങ്കിലും പാടില്ല. തൻ്റെ ദേഹേച്ഛകളെ നിയന്ത്രിക്കേണ്ട നോമ്പുകാരൻ എന്തുകൊണ്ടും അത് പ്രവർത്തിക്കരുത്. അപ്പോൾ നോമ്പുകാരനല്ലെങ്കിലും അത് പാടില്ല, നീ നോമ്പുകാരനായിരിക്കെ അത് അത്രയും പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ സ്വയംഭോഗം ചെയ്യുകയും മനീ പുറത്തു വരികയും ചെയ്തിട്ടില്ലെങ്കിലോ എന്നൊരു സംശയമുണ്ട്. സ്വയംഭോഗം ആരംഭിക്കുകയും മനീ പുറത്തു വരികയും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ നോമ്പ് മുറിയില്ല. പക്ഷേ അവൻ ചെയ്തത് തിന്മയാണ്. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. ചില കാര്യങ്ങൾ ചിലർക്ക് അനുവദനീയവും മറ്റു ചിലർക്ക് നിഷിദ്ധവുമായിരിക്കും. ഉദാഹരണത്തിന് തൻ്റെ ഭാര്യയെ നോക്കുന്നത് ഭർത്താവിനും ഭർത്താവിനെ നോക്കുന്നത് ഭാര്യയ്ക്കും അനുവദനീയമാണ്. എന്നാൽ അന്യ സ്ത്രീകളെ നോക്കുക എന്നതും അതിൽ ആസ്വാദനം കണ്ടെത്തുക എന്നതും നോമ്പുകാർക്കും അല്ലാത്തവർക്കും നിഷിദ്ധമാണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്, ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ സ്പർശനം, ചുംബനം ഇങ്ങനെയുള്ളതൊക്കെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം അനുവദനീയമാണ്. ഇത് നോമ്പിൻ്റെ സന്ദർഭത്തിലും അല്ലാത്ത വേളകളിലുമൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിക്കുന്നതിനും സ്പർശിക്കുന്നതിനൊന്നും തെറ്റില്ല. അതും മനസ്സിലാക്കുക. എന്നാൽ കേവലം ഒരു നോട്ടം കൊണ്ടോ ചുംബനം കൊണ്ടോ നോമ്പ് മുറിയുമോ എന്ന ഒരു സംശയമുണ്ട്. ഇല്ല, ഒരിക്കലും മുറിയില്ല, നോമ്പ് മുറിയില്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് ചില സന്ദർഭങ്ങളിൽ അപ്രകാരം ചെയ്യൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പുകാരനായിരിക്കെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പുകാരനായിരിക്കെ തൻ്റെ ഭാര്യമാരെ ചുംബിക്കുകയും അവരുമായി ബാഹ്യ കേളികളിൽ ഏർപ്പെടുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചുംബിക്കുന്നതും സ്പർശിക്കുന്നതും ലൈംഗിക താല്പര്യത്തോടെ നോക്കുന്നത് പോലും ചിലരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമോ വെറുക്കപ്പെട്ടതോ ആയേക്കാം ചില സന്ദർഭങ്ങളിൽ. എപ്പോഴാണ് അങ്ങനത്തെ സന്ദർഭങ്ങൾ വരിക? എപ്പോഴാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഇത്തരം നോട്ടങ്ങളും സ്പർശനങ്ങളും ചുംബനവും ശരിയായ ലൈംഗിക ബന്ധത്തിലേക്കും അതിലൂടെ റമദാനിൻ്റെ പകലിൽ ഗുരുതരമായ തെറ്റ് ചെയ്യുന്നതിലേക്കും നയിക്കും എന്ന് ഭയപ്പെടുകയാണെങ്കിൽ ഇവ തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. കാരണം ഹറാമിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പോൾ ഹറാമിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. നോമ്പുകാരനായിരിക്കെ ഇങ്ങനെ ചുംബിക്കുന്നതൊക്കെ കൂടുതൽ തെറ്റിലേക്ക് നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ അതിൽ നിന്നും വിട്ടു നിൽക്കണം. ചുരുക്കത്തിൽ മനീ പുറത്തു വരിക എന്നത് സംഭവിക്കില്ലെന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം സ്പർശിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ തെറ്റിലേക്ക് എത്തുമെന്ന ഭയമോ ഉറപ്പോ ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നത് അനുവദനീയവുമല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. എന്നാൽ ഉറക്കത്തിലോ പാതിമഴക്കത്തിലോ സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ, ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചതിനാൽ സ്ഖലനം സംഭവിച്ചാലോ നോമ്പ് മുറിയുകയില്ല എന്ന് മനസ്സിലാക്കണം. അതായത് പകൽ സമയത്ത് ഉറങ്ങാണ്, അപ്പോൾ അറിയാതെ സ്വപ്നസ്ഖലനമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. കാരണം അതെല്ലാം ബോധപൂർവമല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവ അല്ലാഹു തആല ഈ ഉമ്മത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യവുമാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് റമദാനിൻ്റെ പകലിൽ ബോധപൂർവം സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയും എന്ന് മനസ്സിലായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും ഈ കാര്യം ഗൗരവത്തിലെടുക്കുക. എന്നാൽ എന്താണ് നഷ്ടപ്പെട്ട നോമ്പിനെ പകരം ചെയ്യേണ്ടത്? അഥവാ ഈ തെറ്റ് സംഭവിച്ചു പോയാൽ, ആർക്കെങ്കിലും ഇങ്ങനെ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നും നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ നോമ്പും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് നോറ്റി വീട്ടുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. വല്ല പിഴവുകളും നമ്മളെ ആരെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പടച്ചറബ് പൊരുത്തപ്പെട്ട് തരട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ പടച്ചറബ് സ്വീകരിക്കട്ടെ. നാളെ ഹബീബായ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകട്ടെ. അപ്പോൾ ഈ പരിശുദ്ധമായ മാസത്തിൽ എന്തെങ്കിലും തെറ്റിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ തന്നെ സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്ത അറിഞ്ഞും അറിയാതെയും വല്ല തെറ്റുകളും ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പടച്ചറബ് നമുക്ക് എല്ലാവർക്കും പൊരുത്തപ്പെട്ട് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.